അന്വേഷണ ഉദ്യോഗസ്ഥർ പകച്ചു പോകുന്ന നിരവധി കേസുകളുണ്ട്. തിരോധാനം കൊലപാതകമായി മാറുന്നതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർ കൊലയാളികളാകുന്നതുമൊക്കെ സിനിമയിലെ സസ്പെൻസുകൾ മാത്രമല്ല, അത് അന്വേഷണ വഴികളിലെ യഥാർത്ഥ കാഴ്ചകളാണ്. പക്ഷേ ഓരോ നിമിഷവും മാറിമറിയുന്ന സസ്പെൻസ്. കേരളം അന്നോളം കണ്ടിട്ടില്ലാത്ത അന്വേഷണ വഴികളിലെ നാടകീയ മുഹൂർത്തങ്ങൾ, അത് അറിയേണ്ടത് തന്നെയാണ്. നിയമത്തിന്റെ നീതിയുടെയും വഴിയിൽ പറഞ്ഞും പഴകിയ ഒരു തത്വമുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഓരോ അന്വേഷകനും ഓരോ ന്യായാധിപനും മനസ്സിലെപ്പോഴും സൂക്ഷിക്കേണ്ട മന്ത്രം പോലെ ഒരു തത്വം. പക്ഷേ പത്തനംതിട്ടയിൽ ഒരു തിരോധാനത്തിന്റെ അന്വേഷണത്തിനിടെ നാട് നടുങ്ങിപ്പോയ കുറേ ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ തത്വങ്ങളെല്ലാം പെട്ടിയിൽ പൂട്ടിവെക്കേണ്ടി വന്നു പോലീസിന്. സിനിമ തോൽക്കുന്ന ട്വിസ്റ്റുകളിൽ ഒരന്വേഷണം ആരംഭിക്കാം. മിനിറ്റുകൾ കൊണ്ടാണ് ആ ചെറിയ ഗ്രാമം വാർത്തകളിൽ ഇടം പിടിച്ചത്. ചാനലുകളുടെ വാർത്താമുറികൾ പത്തനംതിട്ടയിലേക്ക് മാത്രം മിഴികൾ തുറന്നു. ഒരു യുവതിയായിരുന്നു തലക്കെട്ട്, അഫ്സാന. അവിടുത്തെ ഒരു സൈക്കിൾ കണ്ടാൽ പോലും ആ നാട്ടുകാർക്കറിയാം അത് ആരുടേതാണെന്ന്. അത്രയും ഇഴയെടുപ്പമുള്ള പരുത്തിപ്പാറ. നിമിഷ നേരം കൊണ്ടാണ് അപരിചിതരായ നൂറുകണക്കിന് മനുഷ്യരെ കൊണ്ട് ആ ഗ്രാമം നിറഞ്ഞത്. വാഹനങ്ങളുടെ നീണ്ട നിര, മാധ്യമപ്പട, ചാനൽ ക്യാമറകളും OB വാനുകളും. ഏറത്ത പരുത്തിപ്പാറ ലക്ഷം വീട് നിവാസികൾ അന്തം വിട്ടു. 2023 ജൂലൈ 27 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണി. ആ പരിസരത്തേക്ക് ആദ്യം ചില ഇരുചക്ര വാഹനങ്ങളും ചില ആളുകളും എത്തി. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ വന്നുപോകുന്ന സ്ഥലമായതിനാൽ ആദ്യം ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ അധികം വൈകാതെ പോലീസ് വാഹനങ്ങളെത്തി. പോലീസ് അവിടേക്ക് എത്തുന്നത് ഒരു യുവതിക്കൊപ്പമാണ്. അവിടെ ലക്ഷം വീട്ടിലുള്ള പള്ളിക്ക് സമീപത്തേക്ക് പോലീസ് വാഹനങ്ങൾ ഒതുക്കി. പോലീസും ആ യുവതിയും ആ പള്ളിയുടെ സെമിത്തേരി ഭാഗത്തേക്ക് നടന്നു. അപ്പോഴാണ് നാട്ടുകാർ അത് കാര്യമായി ശ്രദ്ധിക്കുന്നത്. അവിടെ എന്തോ പ്രശ്നമുണ്ട്. അതിനിടെ നാട്ടുകാരിൽ ചിലർ ആ യുവതിയെ തിരിച്ചറിഞ്ഞു. പോലീസും സംഘവും നിൽക്കുന്ന പള്ളിയുടെ ഭാഗത്തെ മതിലിനപ്പുറമുള്ള ആ വീട്ടിൽ ഇടയ്ക്കിവർ വാടകയ്ക്ക് താമസിച്ചിരുന്നു. ആ യുവതിയാണത്. അതോടെ കൂടുതൽ പേർ അവിടേക്കെത്തി. അന്ന് ചില പ്രശ്നങ്ങളുമായി മാറിപ്പോയതാണ്. 1 വർഷത്തിലേറെയായി പ്രശ്നക്കാരായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കായിരുന്നു. ഭർത്താവിനെ കാണാതായി. ആ കാലത്താണ് അവർ വീടുമാറിപ്പോയത്. നാട്ടുകാർ ഓർമ്മ പൊടിതട്ടിയെടുത്തു. സെമിത്തേരിയിൽ പോലീസും സംഘവും ആ യുവതിയോട് എന്തോ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് നാട്ടുകാരുടെ ഒരു തള്ളിക്കയറ്റമുണ്ടാകുന്നത്. എന്താണ് സർ സംഭവം? ചോദ്യങ്ങളിൽ നിന്നൊഴിഞ്ഞ പോലീസ് ആളുകളെ ഒതുക്കാൻ തുടങ്ങുന്ന നിമിഷം. അപ്പോഴാണ് അവിടേക്ക് പത്തനംതിട്ടയിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ വാഹനങ്ങൾ നിരനിരയായി എത്തിയത്. പെട്ടെന്നുണ്ടായ അമ്പരപ്പിലായി പോലീസും. ഇനി ഉത്തരങ്ങൾ പറയൽ തന്നെയാകും പണി. യുവതിയെ നിമിഷനേരം കൊണ്ടവർ വാഹനത്തിലേക്ക് കയറ്റി. പോലീസ് ടീം അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. പക്ഷെ അവിടെ എത്തിയ മാധ്യമങ്ങൾക്ക് സംഭവത്തിന്റെ ഏകദേശ രൂപം നേരത്തെ കിട്ടിയിരുന്നു. വന്നത് കൂടൽ പോലീസാണ്. കൂടെയുള്ളത് അഫ്സാന സലീം, 25 വയസ്സ്, നൂറനാട്, ആലപ്പുഴ ജില്ല. ഭർത്താവ് നൌഷാദ്. അവിടെ ആ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു മതിലപ്പുറമുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അഫ്സാനയും ഭർത്താവ് നൌഷാദും കുട്ടികളും.
2021 നവംബർ ആ കുടുംബം അവിടെ താമസമാക്കി 3 മാസം തികയുന്നതിന് മുൻപ് ആ നവംബറിൽ നൌഷാദിനെ ഈ വീട്ടിൽ നിന്നും കാണാതായി. മദ്യപിച്ചു ബഹളമുണ്ടാക്കുന്ന ഗൃഹനാഥൻ, ഉറക്കെ വഴക്കിടുന്ന ദമ്പതികൾ, അയൽക്കാർക്ക് അതിലധികമൊന്നും അറിയില്ല. ഭർത്താവിനെ കാണാതായി ഏതാനും ദിവസങ്ങൾക്കകം അഫ്സാനയും കുട്ടികളും ആ വീട് വിട്ടു. 2023 ജൂലൈ 27 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണി. പോലീസ് അവിടേക്ക് തന്നെ മടങ്ങിയെത്തി. അഫ്സാനയും ഒപ്പമുണ്ട്. അവർ നേരെ പോയത് പള്ളിയുടെ തൊട്ടടുത്തുള്ള ആ വീട്ടിലേക്കാണ്. നാട്ടുകാരും മാധ്യമപ്രവർത്തകരും അപ്പോഴും പിരിയാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് ആ വീടിനു ചുറ്റും ഒരു വലയം തീർത്തു. അഫ്സാനയെ പുറത്തിറക്കി. പോലീസ് സംഘം, ഒപ്പമെത്തിയ തൊഴിലാളികൾ, മറ്റു ചില ഉദ്യോഗസ്ഥർ. അവർ ആ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും നാട്ടുകാർ മാധ്യമപ്രവർത്തകരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അഫ്സാന സ്വന്തം ഭർത്താവിനെ ഇവിടെ വെച്ച് കൊല ചെയ്തു. ഇവിടെ തന്നെ കുഴിച്ചു മൂടി. എവിടെ? വിശ്വസിക്കാനാകാതെ നാട്ടുകാർ ഞെട്ടിവിറച്ചു. പോലീസും സംഘവും വീടിനകത്തേക്ക് കയറി. മാധ്യമപ്രവർത്തകരും നാട്ടുകാരും എത്തുന്നതിന് മുൻപ് പോലീസ് ആ പ്രദേശത്ത് പലയിടത്തും കയറിയിറങ്ങിയിരുന്നു. ഒരു വട്ടം കറങ്ങി വന്നിരിക്കുകയാണ് അവർ ആ വാടക വീട്ടിലേക്ക്, അവർ താമസിച്ച വീട്ടിലേക്ക്. ആകെ 3 മാസമാണ് അവർ ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചത്. ആ 3 മാസത്തെ വാടക പോലും കൃത്യമായി കൊടുക്കാതെയായിരുന്നു അവർ പോയത്. വീട്ടുടമ അർദ്ധപ്പട്ടിണിക്കാരനായ പരുത്തിപ്പാറ പാലമുറ്റത്ത് ബിജുകുമാർ. ആകെ 4 മുറിയും അടുക്കളയുമുള്ള വീട്ടിൽ ഒരു ഭാഗം നൌഷാദിനും കുടുംബത്തിനും വാടകയ്ക്ക് നൽകി. ടാപ്പിംഗ് തൊഴിലാളിയായ ബിജുകുമാറും കുടുംബവും ബാക്കി ഭാഗത്തേക്ക് ഒതുങ്ങി. ആ വരുമാനം അയാൾക്ക് അത്യാവശ്യമായിരുന്നു. 1500 രൂപ പ്രതിമാസം വാടക നിശ്ചയിച്ചു. പക്ഷെ 3 മാസം താമസിച്ചിട്ടും പണമൊന്നും കിട്ടിയില്ല. ആ വീട്ടിലേക്കാണ് ഇപ്പോൾ അവർ മടങ്ങി വന്നിരിക്കുന്നത്, പോലീസുമൊത്ത്. ഭർത്താവ് നൌഷാദിന്റെ മൃതദേഹം എവിടെയാണ് അഫ്സാന കുഴിച്ചിട്ടിരിക്കുന്നത്? കൂടൽ പോലീസ് അല്പം കോപത്തിലാണ്. കാരണം അതിനോടകം അഫ്സാന പലയിടത്തും മാറി മാറി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത സെമിത്തേരിയിലെന്ന ആദ്യ മൊഴി അനുസരിച്ചാണ് പോലീസ് ആദ്യം അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോൾ പക്ഷേ അഫ്സാന നിലപാട് മാറ്റി. ഒരു ആറ്റിൽ കൊണ്ടുപോയി ഒഴുക്കി എന്ന് പറഞ്ഞു. അവിടെ പരിസരത്തൊന്നും ആറില്ല. പോലീസ് വീണ്ടും കുഴങ്ങി. ഒരു പരിചയക്കാരൻ സഹായിച്ച് മൃതദേഹം പെട്ടി ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി എന്നായി. പിന്നെ ആ ഓട്ടോ ഡ്രൈവറെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു. അഫ്സാനയെ ജോലിക്ക് കൊണ്ടുപോകുന്ന പരിചയമാണ് ആകെയുള്ളത്. തനിക്ക് അങ്ങനെ ഒരു ഓട്ടോ തന്നെ ഇല്ല. ഒടുവിൽ അയാളെയും പോലീസ് വിട്ടയച്ചു. ഒടുവിൽ സെമിത്തേരി. അവിടെയും ആള് നിലപാട് മാറ്റി. വീടെന്നായി. അതിൽ അഫ്സാന ഉറച്ചു നിന്നു. ആവർത്തിച്ചു പറഞ്ഞതോടെ പോലീസിനും അത് സത്യമായി തോന്നി. മാധ്യമപ്പടയും നാട്ടുകാരും കൂടിയിട്ടുണ്ടായിരുന്നെങ്കിലും അവർ വീണ്ടും അവിടേക്ക് തിരിച്ചു വന്നതും അതുകൊണ്ടാണ്. അഫ്സാന പറഞ്ഞ ഭാഗം വീടിന്റെ മുറിയിലെ തറ പൊളിച്ചു തുടങ്ങി. ആദ്യം പറഞ്ഞ ഭാഗം ആഴത്തിൽ കുഴിച്ചിട്ടും മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചില്ല. വീട്ടുടമയും ആശങ്ക അറിയിച്ചു. ഇത്രയും ആഴത്തിൽ കുഴിക്കുമോ സാർ? ആ വീടിന്റെ പല ഭാഗത്തും ചില എഴുത്തുകൾ കാണാം. ചക്കരക്കുട്ടൻ, എന്റെ ഇക്ക, സ്വീറ്റ് ഇക്ക തുടങ്ങിയ അഫ്സാന നടത്തിയ വരകളും ചുവരെഴുത്തുകളും ആ മുറിയിലുണ്ട്. പിന്നീട് അവിടെ താമസിച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾ അതൊന്നും മായ്ച്ചു കളഞ്ഞുമില്ല. എന്തായാലും അപ്പോഴേക്കും കുഴിച്ചു മടുത്തു നിന്ന പോലീസിനെ ഇതെല്ലാം കുഴക്കി. അഫ്സാനയോടായി പോലീസ് വീണ്ടും സ്ഥലം ഉറപ്പിച്ച് ചോദിച്ചു. അഫ്സാന അപ്പോൾ തന്നെ മറ്റൊരു മുറി ചൂണ്ടിക്കാണിച്ചു. പോലീസ് അവിടെ കുഴിച്ചു തുടങ്ങി. ആ വീട് ഏകദേശം ഒരു ഖനനം നടന്ന ഭാഗം പോലെയായി. അടുക്കളയടക്കം 3 മുറികൾ കുഴിച്ചിളക്കി. അതായത് ആകെ 4 മുറികളുള്ള വീട്ടിലെ 3 മുറികളും കുത്തിപ്പൊളിച്ചിട്ടും മൃതദേഹത്തിന്റെ ഒരു ഭാഗം പോലും കിട്ടിയില്ല. ഒടുവിൽ പോലീസ് മടുത്തു. നിർത്താൻ തുടങ്ങിയപ്പോഴാണ് അഫ്സാന മാലിന്യ ടാങ്ക് ഭാഗം ചൂണ്ടിക്കാണിച്ചത്. അതോടെ കുഴിക്കൽ വീടിനു പുറത്തായി. വീടിനു പുറത്ത് പല സ്ഥലവും
അഫ്സാന ചൂണ്ടിക്കാണിച്ചു. അവിടൊക്കെ പോലീസ് കുഴിച്ചു. പക്ഷേ മൃതദേഹം മാത്രം കിട്ടിയില്ല. അപ്പോഴേക്കും ഏതാണ്ട് 5 മണിക്കൂറുകൾ പിന്നിട്ടു. അതിനോടകം കുറഞ്ഞത് 5 തവണ അഫ്സാന മൊഴികൾ മാറ്റി, സ്ഥലങ്ങൾ മാറ്റി. നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ധാരണയിലാണ് അന്ന് പോലീസ് സംഘം അവിടെ നിന്നും മടങ്ങിയത്. അറസ്റ്റിലായ അഫ്സാനയെ അന്ന് തന്നെ കോടതി റിമാൻഡ് ചെയ്തു. നൌഷാദിനെ കാണാതായത് ഏതാണ്ട് 2 വർഷം മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ 1 വർഷവും 9 മാസം. ഈ കാലത്തിനിടയ്ക്ക് ഒന്നുമില്ലാത്ത എന്താണ് ഈ ദിവസങ്ങളിൽ നടന്നത്? അഫ്സാന പോലീസ് പിടിയിലാകുന്നത് എങ്ങനെയാണ്? 2021 നവംബർ 1 തലേന്ന് രാത്രിയും നൌഷാദ് മദ്യപിച്ചു വന്ന ഭാര്യയുമായി വഴക്കായി. കുഞ്ഞിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെയാണ് അഫ്സാന അയാളെ പിടിച്ചു തള്ളിയത്. കുട്ടികളെയും എടുത്ത് അവൾ പുറത്തേക്കോടി. അടുത്തൊരു അഭയകേന്ദ്രമുണ്ട്. നല്ല ഒരു അയൽക്കാരി. അവരുടെ ഭർത്താവിനൊപ്പമാണ് നൌഷാദും പണിയെടുക്കുന്നത്. അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടിയ അഫ്സാന സ്വന്തം ഉമ്മയെ വിവരമറിയിച്ചിരുന്നു. അവർ രാവിലെ എത്തി. നവംബർ 1 വീട്ടിലേക്ക് പോയി അത്യാവശ്യം സാധനങ്ങൾ എടുക്കണം. ചെല്ലുമ്പോൾ അവിടെ നൌഷാദ് ഉണ്ടായിരുന്നില്ല. അത് വകവയ്ക്കാതെ അഫ്സാന കുട്ടികളുമായി ഉമ്മയ്ക്കൊപ്പം നൂറനാട്ടേക്ക് മടങ്ങി. 2021 നവംബർ 5 മകന്റെ വിവരമൊന്നും അറിയുന്നില്ല. അഫ്സാനയും കൃത്യമായി ഒന്നും പറയുന്നില്ല. നൌഷാദിന്റെ പിതാവ് അഷ്റഫ് അസ്വസ്ഥനായി. നൌഷാദിനെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് അഷ്റഫ് കൂടൽ പോലീസിലും അടൂർ പോലീസിലും പരാതി നൽകി. ഭാര്യ എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്ന ചോദ്യം അന്നേ ഉയർന്നിരുന്നു. ഇനി എനിക്കയാളെ വേണ്ട, ഒന്നും അറിയുകയും വേണ്ട, അഫ്സാന അന്ന് തീർത്തു പറഞ്ഞു. പിതാവിന്റെ പരാതിയിൽ കുടൽ പോലീസ് നടത്തിയ അന്വേഷണം ഒരു ഘട്ടമെത്തിയപ്പോൾ പിന്നെ മുന്നോട്ടു പോയില്ല. 2023 ജൂലൈ ഒരു പ്രതിമാസ പോലീസ് അവലോകന യോഗം. പത്തനംതിട്ട ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് സ്വപ്നിൽ മധുകർ മഹാജൻ നൽകിയ നിർദ്ദേശം തിരോധാന കേസുകൾ പുനരന്വേഷണത്തിന് വിധേയമാക്കണം. കാണാതായവരുടെ പഴയ ഫയലുകൾ പുറത്തെടുക്കണം. ആ കൂട്ടത്തിലാണ് നൌഷാദിന്റെ ഫയൽ വീണ്ടും പൊങ്ങിയത്. കേസ് നമ്പർ 1007/21 മാൻ മിസ്സിംഗ് കേസ്. 2023 ജൂലൈ 24 കൂടൽ എസ് ഐ KR ഷെമിമോൾ ഫയലെടുത്തു. നൌഷാദിന്റെ കുടുംബവുമായി പരിചയമുണ്ട് എസ് ഐക്ക്. നൌഷാദിന്റെ വീട്ടിലെത്തി വിവരങ്ങളെടുത്തു. അഫ്സാനയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. കൂടൽ പോലീസ് സ്റ്റേഷൻ. ഉമ്മയ്ക്കൊപ്പമാണ് അഫ്സാന അന്ന് സ്റ്റേഷനിലെത്തിയത്. ഷെമിയെ ഞെട്ടിച്ചുകൊണ്ട് അഫ്സാന നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ശരിക്കും വഴിത്തിരിവായി. നൌഷാദിനെ താൻ ഒരു 3 ദിവസം മുമ്പ് കണ്ടിരുന്നു. അയാൾ ഒരു ബസ്സിൽ പോകുന്നത് കണ്ടു. വിളിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് ആ ബസ് വിട്ടുപോയി. ഏതു ബസ്സാണെന്ന് തനിക്ക് ഓർമ്മയില്ല. അഫ്സാനയുടെ ആ മറുപടികളിൽ പക്ഷേ പോലീസ് തൃപ്തരായില്ല. പിന്നെ പോലീസിന്റെ നിരന്തരമായ ചോദ്യം ചെയ്യലായിരുന്നു. അല്പം കനത്തിലുള്ള ചോദ്യം. അതോ ഭേദ്യമോ? എന്തായാലും പോലീസ് പുറത്തു വന്നത് ആ ഞെട്ടിക്കുന്ന വാർത്തയുമായാണ്. അഫ്സാന ഭർത്താവിനെ കൊന്നു കുഴിച്ചുമൂടി. അവർ വാടകയ്ക്ക് താമസിച്ച ഭാഗത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെയെല്ലാം നടന്നതുപോലെ ആ കുഴിയെടുക്കൽ, പോലീസിനെ വട്ടം കറക്കൽ, അഫ്സാനയുടെ പരസ്പര വിരുദ്ധമായ മൊഴികൾ. നൌഷാദ് തിരോധാന കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ലൊക്കേഷൻ മാറുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ഇടുക്കിയിലേക്ക്, ഇടുക്കി തൊമ്മൻകുത്തിലേക്ക്. അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ലീഡുണ്ട്. പലചരക്ക് കടക്കാരൻ രാജേഷ്. പത്രം മുഴുവനായി വായിക്കാനൊന്നും സമയം കിട്ടാറില്ല. എങ്കിലും രാജേഷ് ആ ചിത്രം കണ്ടു. അഫ്സാനയും വീട് കുഴിക്കലുമൊക്കെ വാർത്തയായി ചാനലുകളിൽ കണ്ടിരുന്നു. പക്ഷെ കാണാതായ നൌഷാദിന്റെ ചിത്രം അത് വെള്ളിയാഴ്ചത്തെ പത്രത്തിലാണ് കണ്ടത്. 2023 ജൂലൈ 28 വെള്ളിയാഴ്ച. രാജേഷ് പലതവണ ആ ചിത്രത്തിലേക്ക് നോക്കി. അന്നത്തെ മറ്റു ദിനപത്രങ്ങൾ അടുത്തുനിന്ന് സംഘടിപ്പിച്ചു.
ആ മുഖം നല്ല പരിചയമുള്ള മുഖം. വീണ്ടും വീണ്ടും ഉറപ്പിച്ചു. ഓർമ്മകളിൽ കൃത്യമാണ്. ആ പ്രദേശത്തിനടുത്തുള്ള സന്തോഷ് എന്നയാളിൻ്റെ പണിക്കാരൻ. സന്തോഷ് ഒരു കൃഷിക്കാരനാണ്. കുഴിമറ്റത്ത് 5 ഏക്കറിലധികം ഭൂമിയുള്ളൊരു കൃഷിക്കാരൻ. അയാൾക്കൊപ്പം സഹായിയായി തൻ്റെ പലചരക്ക് കടയിലേക്ക് വരാറുള്ള അതേയാൾ. പേരൊന്നും ഓർമ്മയില്ല, പക്ഷെ ചിത്രത്തിൽ കാണുന്ന ഈ നൌഷാദ് തന്നെ. സന്തോഷിൻ്റെ നമ്പർ സംഘടിപ്പിക്കാൻ എളുപ്പമാണ്. പോലീസിൽ തനിക്കറിയുന്ന ഒരാളുണ്ട്, ഒരു ബന്ധു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ജയ്മോൻ. രാജേഷിൻ്റെ ബന്ധുവും അയൽക്കാരനുമാണ് അയാൾ. ജയ്മോനെ വിവരമറിയിച്ചു. സന്തോഷിൻ്റെ നമ്പറും ശേഖരിച്ചു നൽകി. പിന്നെയെല്ലാം പോലീസിൻ്റെ കൈകളിൽ ഭദ്രം. പലചരക്ക് കടയിലെത്തിയ പോലീസ് രാജേഷിനെ കണ്ടു. സമയം കളയാതെ നേരെ കുഴിമറ്റത്തേക്ക്. തൊമ്മൻകുത്തിൽ നിന്ന് കുഴിമറ്റത്തേക്ക്. പുഴയുടെ ചപ്പാത്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥലം. എത്തിപ്പെടാൻ അല്പം കട്ടിയാണ്. കാട്ടിലൂടെ 4 കിലോമീറ്റർ യാത്ര. യാത്രയ്ക്ക് ജീപ്പോ പിക്കപ്പോ തന്നെ വേണം. വൈദ്യുതി ഇല്ലാത്ത വീട്. മൊബൈൽ ഫോണിന് റേഞ്ചുമില്ല. നൌഷാദിന്റെ വീടെത്താൻ ആ പോലീസ് സംഘം കുറച്ച് പാടുപെട്ടു. 300 ഏക്കർ കാടിന് നടുവിലെ കൃഷിത്തോട്ടം. ഒടുവിൽ കുഴിമറ്റത്തെ ആ യുവാവ്, അത് നൌഷാദ് തന്നെ. 2021 നവംബർ 1 മുതൽ 2023 ജൂലൈ 28 വരെ 1 വർഷവും 9 മാസവും നീണ്ടുനിന്ന ഒരു വ്യാജ കൊലപാതക കേസ്. അതിനാണ് അന്ന് തിരശ്ശീല വീഴുന്നത്. പോലീസ് പത്രവാർത്തകൾ നൌഷാദിനെ കാണിച്ചു. തന്റെ ഭാര്യ അഫ്സാന തന്നെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു എന്നയാൾ അപ്പോഴാണ് അറിയുന്നത്. മൊബൈൽ ഫോണില്ല, പത്രം വായിക്കില്ല. ഏതാണ്ടൊരു ഒളിവ് ജീവിതമായിരുന്നു അയാൾക്ക്. തന്നെ ചൊല്ലി നാട്ടിൽ നടക്കുന്ന കോലാഹലമൊന്നും അറിയാതെ ഒരു കർഷക തൊഴിലാളിയായുള്ള കൂടുമാറ്റം. എന്തായിരുന്നു നൌഷാദിന്റെ ഈ പലായനത്തിനു പിന്നിലെ കാരണം? ആ രാത്രി ആ വീട്ടിൽ എന്താണ് നടന്നത്? തന്നെ വളഞ്ഞ മാധ്യമങ്ങൾക്ക് മുന്നിൽ അയാൾ പറഞ്ഞത് ഒറ്റക്കാര്യമാണ്. ഭാര്യയെ പേടിച്ചാണ് താൻ നാടുവിട്ടത്. അന്ന് രാത്രി തന്നെ തല്ലാൻ വീട്ടിലേക്ക് ആളുകളെയും കൂട്ടിയാണ് ഭാര്യ അഫ്സാന വന്നത്. അവൾ തന്നെ ശരിക്കും തല്ലി. പിന്നെയും അവിടെ നിന്നാൽ കൊല്ലപ്പെടും എന്നുറപ്പായിരുന്നു. അതാണ് നാടുവിട്ടത്. 2023 ജൂലൈ 28 രാത്രി 7:30. ആരോഗ്യ പരിശോധനയ്ക്കും മൊഴിയെടുക്കലിനും ശേഷം രാത്രി 7:30 നൌഷാദിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. മാതാപിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. എന്താണ് സത്യം? നൌഷാദ് ഈ പറയുന്നത് പോലെ അത്ര നിഷ്കളങ്കനാണോ? അഫ്സാന ആളക്കുട്ടി വന്ന് ഭർത്താവിനെ തല്ലിയോ? ആ രാത്രിയിൽ യഥാർത്ഥത്തിൽ നടന്നതെന്ത്? മൂന്ന് ചോദ്യങ്ങളാണ് ഇനി അവശേഷിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, അഫ്സാന എന്തിനാണ് താൻ ഭർത്താവിനെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് പറഞ്ഞത്? 2, ഭാര്യയെ പേടിച്ചാണ് താൻ ഒളിച്ചോടിയതെന്ന് നൌഷാദ് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്താണ് സത്യത്തിൽ ആ രാത്രിയിൽ നടന്നത്? ഉത്തരങ്ങളൊന്നും ലളിതമല്ല. അഫ്സാനയുടെ വാദം. 2023 ജൂലൈ 29 ശനിയാഴ്ച. നൌഷാദിനെ കണ്ടെത്തിയതിന്റെ അടുത്ത ദിവസം അഫ്സാനയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചു. അഫ്സാന അന്ന് തന്നെ ജാമ്യം നേടി പുറത്തിറങ്ങി. പോലീസ് ഇതുപോലെ ഇടിച്ചാൽ ആരായാലും കുറ്റം സമ്മതിച്ചു പോകും. ശരീരം മൊത്തം മുറിഞ്ഞിട്ടുണ്ട്. ഒന്നും പുറത്തു കാണിക്കാൻ പോലും പറ്റില്ല. പോലീസ് എന്നെ അടിച്ചു കലക്കി. അഫ്സാനയുടെ വാക്കുകൾ. പോലീസ് തല്ലിപ്പറയിപ്പിച്ചതാണ്. പോലീസ് അട്രോസിറ്റി കാണിച്ച് ഒരു കേസും കൊടുത്തിട്ടുണ്ട് അഫ്സാന. നൌഷാദിന്റെ വാദം. ആ രാത്രിയിൽ തന്നെ തല്ലിച്ചതച്ചു. കുടുംബ വഴക്കിനിടെ അഫ്സാന പുറത്തുപോയി ചില അയൽക്കാരായ ആളുകളെ കൂട്ടി വന്നു. അവരെല്ലാം ചേർന്ന് എന്നെ തല്ലിച്ചതച്ചു. മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചു പോയതാണ്. ഞാൻ
അതിരാവിലെ കണ്ണു തുറന്നപ്പോൾ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. നൌഷാദിന്റെ വാദങ്ങൾ ഇങ്ങനെയായിരുന്നു. നാട്ടുകാർ പറയുന്നത്, മദ്യപിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി അഫ്സാനയെ നൌഷാദ് മർദ്ദിക്കുമായിരുന്നു. മർദ്ദനം പരിധി കടക്കുമ്പോൾ താങ്ങാനാകാതെ അഫ്സാന തങ്ങളുടെ വീട്ടിലെത്തുമായിരുന്നുവെന്ന് അയൽവാസി ഷാനി പറയുന്നു. നമുക്ക് ഈ കുരുക്ക് നിറഞ്ഞ കേസ് ഇങ്ങനെ ചുരുക്കിയെടുക്കാം. കുറഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും അഫ്സാന ഇല്ലാത്ത ഒരു കൊലക്കേസിലെ പ്രതിയായിരുന്നു. ഒരു വ്യാജ കൊലക്കേസ്. നൌഷാദ് മദ്യത്തിനടിമയായി കുടുംബം നോക്കാത്ത, കുട്ടികളെയും ഭാര്യയെയും തല്ലുന്ന ഒരു കുഴപ്പക്കാരനായിരുന്നു. നിയമം കൊടുക്കേണ്ട അടി നാട്ടുകാർ കൊടുത്തു എന്നാണ് നൌഷാദ് തന്നെ പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം അഫ്സാന മെനഞ്ഞുണ്ടാക്കിയതെന്നാണ് പോലീസ് വാദം. മക്കളെ പോലും കാണിക്കാതെ അകത്താക്കി കളയുമെന്ന ഭീഷണിക്കും പീഡനങ്ങൾക്ക് മുന്നിൽ താൻ പോലീസ് പറയുന്നത് ഏറ്റുപറയുകയായിരുന്നുവെന്ന് അഫ്സാന. കേസ് പോലീസും അഫ്സാനയും തമ്മിലായപ്പോൾ ഭാര്യയെയും മക്കളെയും ഉപദ്രവിച്ച് നാട് വിട്ട നൌഷാദ് കഥയിലെ നായകനാകുന്നത് ന്യായമോ നീതിയോ അല്ല. ചിലപ്പോൾ നിയമത്തിന്റെ ലൂപ്പ് ഇങ്ങനെയാണ്. നാളെ കാണാം മറ്റൊരു കേസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.